السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فاتقوا الله عباد الله. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുനിയാവിലെ ഒരുപാട് കാര്യങ്ങൾ പരലോക ജീവിതവുമായും പരലോക ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നിശ്ചയിച്ച കാര്യങ്ങളുമായും പലപ്പോഴും നമുക്ക് ബന്ധപ്പെടുത്താൻ കഴിയും. അതൊരിക്കലും സമമാവുകയില്ല എങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കും. ദുനിയാവിലെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുന്ന സമയത്ത് അത് പരലോകത്ത് അള്ളാഹു നമുക്ക് തയ്യാറാക്കിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർമ്മിക്കാനും, ദുനിയാവിൽ നമുക്ക് പ്രയാസങ്ങളുണ്ടാകുന്ന സമയത്ത് അത് പരലോകത്ത് അള്ളാഹു നിശ്ചയിച്ച പ്രയാസങ്ങളെ ഓർമ്മിപ്പിക്കാനും നമുക്ക് സഹായകമാകുന്നതാണ്. അത്തരത്തിൽ നാം ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലം, ചൂടുകാലം എന്നുള്ളത്, അത് പരലോകത്തെ ചൂടിനെയും പരലോകത്തെ ശിക്ഷയെയുമൊക്കെ ഓർമ്മിപ്പിക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സഹായകമാകേണ്ടതുണ്ട് എന്നതാണ് ഇന്നത്തെ ഖുതുബയിൽ ഖതീബ് സൂചിപ്പിക്കുകയുണ്ടായത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും ദുനിയാവിൽ നൽകാനുള്ള ചില അനുഗ്രഹങ്ങളെ പരലോകത്തെ അനുഗ്രഹങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. ദുനിയാവിലെ ശിക്ഷകളെ പരലോകത്തെ ശിക്ഷയുമായി ചില സന്ദർഭങ്ങളിൽ ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പ്രവാചകൻ ഓർമ്മിപ്പിച്ച ഒരു ഹദീസാണ് ഇന്ന് ഖുതുബയിൽ ഖതീബ് ഓതി കേൾപ്പിച്ചത്. നാറുക്കും ഹാദിഹില്ലതി യൂഖിദു ബനു ആദം, ആദമിൻ്റെ മകൻ അഥവാ മനുഷ്യന്മാർ, നിങ്ങൾ കത്തിക്കുന്ന തീ എന്ന് പറയുന്നത് അത് ജുസ്ഉം മിൻ 70 ജുസ്അം മിൻ ജഹന്നം, അത് നരകത്തിലെ തീയുമായി സാദൃശ്യപ്പെടുത്തുന്ന സമയത്ത് 70 ഇരട്ടിയിൽ ഒന്നാണ് എന്നുള്ളതാണ്. അഥവാ ദുനിയാവിലെ തീയേക്കാൾ 70 ഇരട്ടി കൂടുതലാണ് നരകത്തിലെ തീയുടെ ചൂട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പ്രവാചകൻ അവിടെ അവസാനിപ്പിക്കുന്നില്ല. പ്രവാചകൻ പറഞ്ഞു, വല്ലാഹി ഇൻ കാനത് ലകാഫിയ, ഇനി ആ 70 ഇരട്ടിയാണ് കൂടുതലെങ്കിൽ അത് മതിയായതായിരുന്നു. പക്ഷേ അവിടെ അവസാനിക്കുന്നില്ല. ഇന്നഹാ ഫുദ്ദിലത് അലൈഹാ ബി99 ജുസ്ആ, അത് 99 ഇരട്ടി കൂടുതൽ ആക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആ 99 ഇരട്ടി അധികമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അപ്പോൾ സഹോദരന്മാരെ, ഇന്നത്തെ ചൂട് അത് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഓരോ ദിവസവും എത്ര ഡിഗ്രിയാണ് ചൂട് എന്ന് നമ്മൾ നിരന്തരം നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ചൂടിൽ നിന്ന് രക്ഷ ലഭിക്കാൻ പല രൂപത്തിലുള്ള മാർഗങ്ങളും നമ്മൾ സ്വീകരിക്കുകയാണ്. ആ സമയത്ത് പരലോകത്തെ ചൂടിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയണം. പരലോകത്തെ ആ ഒരു അവസ്ഥയെക്കുറിച്ച് ആലോചിക്കാൻ അത് നമ്മെ സഹായിക്കണം എന്നുള്ളതാണ്. ഖതീബ് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി, ഈ ഫസ്ലുൽ സൈഫ് അഥവാ ഈ വേനൽക്കാലം എന്നുള്ളത് അത് ഒരു ഉപദേശകനാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല, നോക്കൂ നിങ്ങൾ, പരലോകത്തെ ജീവിതവുമായി പരലോകത്തെ തീയിനെക്കുറിച്ച് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. അതിൽ പ്രവാചകൻ പറഞ്ഞത്, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇദാ ഉൽഖൂ ഫീഹാ സമിഉ ലഹാ ഷഹീഖൻ വഹിയ തഫൂർ, സത്യനിഷേധികളായ ആളുകൾ അവരെ നരകത്തിലേക്ക് വലിച്ചെറിയുന്ന സമയത്ത് സമിഉ ലഹാ ഷഹീഖ, ഒരു പ്രത്യേക ശബ്ദം നിങ്ങൾക്ക് കേൾക്കാമെന്നാണ്.
വഹിയ തഫൂർ, അത് തിളച്ചുകൊണ്ടിരിക്കുന്നതാണ് ആ നരകം എന്നുള്ളത്. അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു വാചകം, അത് എങ്ങനെയാണ് തിളക്കുന്നത്? ഒരു കാലിപാത്രത്തിൽ കുറച്ച് അരിയിട്ട് ആ കാലിപാത്രം തിളക്കുന്ന സമയത്ത് വരുന്ന ഒരു ശബ്ദമുണ്ട്, ആ ശബ്ദം പോലെയായിരിക്കും നരകത്തിലെ ശബ്ദം എന്ന് സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ നരകമെന്നുള്ളത് ഭയാനകമാണ് സഹോദരന്മാരെ. ദുനിയാവിലെ ജീവിതത്തിൽ ദുനിയാവിലെ ഈ ചൂടിനെ നാം എത്രമാത്രം നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ആ പരലോകത്തിലെ ചൂട് എത്രത്തോളം ഭയാനകമാണ് എന്ന് നാം നിരന്തരം ആലോചിച്ചു കൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ദുനിയാവിലെ ചൂട്, ഇതിൽ നിന്ന് രക്ഷ ലഭിക്കാൻ നമ്മൾ പല മാർഗങ്ങളും സ്വീകരിക്കുന്നത് പോലെ പരലോകത്തിലെ ചൂടിൽ നിന്ന് രക്ഷ ലഭിക്കാൻ എന്ത് മാർഗമാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹ്ശറ എന്ന് പറയുന്ന ആ മഹ്ശറ എന്ന് പറയുന്ന മഹ്ശറയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിൽ വിശദീകരിച്ചല്ലോ. ഉച്ചയുടെ നല്ല ചൂടുള്ള സമയത്ത് പുറത്ത് കുറച്ചു നേരം പോലും നിൽക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല. കുറച്ചു നേരമെങ്കിലും ഒരു ചെറിയ ഭാഗത്തെങ്കിലും ഒരു തണലുണ്ടെങ്കിൽ അവിടെ മാറി നിൽക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള നമുക്ക് മഹ്ശറയിലെ ചൂടിനെ കുറിച്ച് അല്ലെങ്കിൽ മഹ്ശറയിലെ സൂര്യനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസ് നാം ഓർക്കണം. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്? തുദ്ന അശ്ശംസു യൗമൽ ഖിയാമത്തി ഫിൽ ഖൽഖ്, സൂര്യൻ അടുത്തേക്ക് വരും. എത്രത്തോളം? ഹത്താ തകൂന മിൻഹും കമിഖ്ദാരി മൈൽ, ഒരു മൈൽ അകൽച്ചയിൽ അല്ലെങ്കിൽ ഒരു മൈൽ ദൂരത്തിൽ ആ സൂര്യൻ വന്നെത്തും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. എന്നിട്ടോ ആ സൂര്യന്റെ ആ ചൂട് കാരണം ആളുകൾ വിയർപ്പിൽ മുങ്ങും. എങ്ങനെ? കമിഖ്ദാരി ഫയകൂനു നാസു അലാ ഖദ്രി അഅമാലിഹിം, അവരുടെ അമലിനനുസരിച്ച്, അവരുടെ സൽക്കർമ്മത്തിനനുസരിച്ച് ആളുകൾ ആ വിയർപ്പിൽ മുങ്ങിയിട്ടുണ്ടാകുമെന്നുള്ളതാണ്. എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമിൻഹും മൻ യകൂനു ഇലാ കഅബൈ, അതിൽ ചില ആളുകൾ അവരുടെ നെരിയാണി വരെ വിയർപ്പിലായിരിക്കും ഉണ്ടാവുക. വമിൻഹും മൻ യകൂനു ഇലാ റുക്ബതിഹി, ചില ആളുകളുടെ മുട്ടുവരെ അവർ വിയർപ്പിൽ മുങ്ങുന്നവരായിരിക്കും. വമിൻഹും മൻ യകൂനു ഇലാ ഹിഖ്വൈഹി, ചില ആളുകൾ അവരുടെ നടുവരെ വിയർപ്പിൽ മുങ്ങിയവരായിരിക്കും. വമിൻഹും മൻ യുൽജിമുഹുൽ അറഖു ഇൽജാമ, ചില ആളുകൾ അവരുടെ വായ വരെ വിയർപ്പിൽ പരിപൂർണമായും മുങ്ങിയ അവസ്ഥയിൽ ചില ആളുകൾ ഉണ്ടാകും. ഇതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അവരുടെ അമലിൻ്റെ അടിസ്ഥാനത്തിൽ, അവരുടെ പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാനത്തിലായിരിക്കും അവർ വിയർപ്പിൽ മുങ്ങിയിട്ടുണ്ടാവുക എന്നുള്ളതാണ്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദുനിയാവിലെ ചൂടിൽ നിന്ന് രക്ഷ ലഭിക്കാൻ നമ്മൾ പലതും ചെയ്യുന്നുണ്ട്. പരലോകത്തെ ചൂടിൽ നിന്ന് രക്ഷ ലഭിക്കാൻ പ്രവർത്തനങ്ങൾ, നമ്മുടെ സൽക്കർമ്മങ്ങൾ, നമ്മുടെ ഇബാദത്തുകൾ, അതിലെന്തു മാറ്റമാണ് നമ്മൾ കൊണ്ടുവന്നത്? മുൻഗാമികളായ ഇമാമിങ്ങളുടെ ചരിത്രത്തിൽ നമുക്ക് കാണാം, സ്വഹാബികളുടെ ചരിത്രത്തിൽ നമുക്ക് കാണാം. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചൂട് കാലമായാൽ ധാരാളമായി നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു എന്നാണ്. അതിന് കാരണമായി അദ്ദേഹം പറഞ്ഞത്, ചൂട് കാലമായി കഴിഞ്ഞാൽ നോമ്പ് നോൽക്കാൻ പ്രയാസമാണ്. പക്ഷെ ഞാൻ പലപ്പോഴും പുറത്തിറങ്ങുന്ന സമയത്ത് ആ ചൂട് സഹിക്കാൻ പറ്റാതെയാകുമ്പോൾ ഞാൻ പരലോകത്ത് ചൂടിനെ കുറിച്ച് ഓർക്കും. അപ്പോൾ എനിക്ക് നോമ്പെടുക്കാതിരിക്കാൻ കഴിയുന്നില്ല എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തെ ചൂടിനെ കുറിച്ച് സംസാരിക്കുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ആ നരകത്തിന്റെ കഠിനമായ ചൂടിൽ നിന്ന് നിങ്ങൾ രക്ഷിച്ചു കൊള്ളുക. കാരണം എന്താ? വഖൂദുഹന്നാസു വൽ ഹിജാറ, ആ നരകത്തിന്റെ പ്രത്യേകത എന്താ? ആ നരകത്തിന്റെ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത് അന്നാസു വൽ ഹിജാറ, മനുഷ്യന്മാരും കല്ലുകളുമാണ്. തണിനാസ്, മനുഷ്യന്മാരാരാണ്? നമ്മളാണ് മനുഷ്യന്മാർ. അപ്പോൾ മനുഷ്യന്മാരും കല്ലുകളുമാണ് ആ നരകത്തിന്റെ ഇന്ധനം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചു തരികയാണ്. അതുകൊണ്ട് വളരെ ഗൗരവമുള്ള കാര്യമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മുൻഗാമികളായ ആളുകൾ, സ്വഹാബികൾ, സലഫുകൾ, അവരിങ്ങനെ ഓരോ കാലഘട്ടവും ഓരോ സമയവും കടന്നു വരുമ്പോൾ അത് പരലോകവുമായി അവർ പലപ്പോഴും ബന്ധപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്. മഹാനായ അൽ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു വാചകം നാം ഖുതുബയിൽ കേൾക്കുകയുണ്ടായി. അദ്ദേഹം പറയാണ്, മുൻഗാമികളായ ആളുകൾ ഓരോ കാലഘട്ടം വരുമ്പോൾ സമയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് അല്ലാഹു അവർക്ക് തയ്യാറാക്കി വെച്ച അനുഗ്രഹങ്ങളെക്കുറിച്ചും
പരലോകത്ത് അള്ളാഹു തയ്യാറാക്കിയ ശിക്ഷകളെക്കുറിച്ചുമാണ് അവർ പലപ്പോഴും ആലോചിച്ചിരുന്നത്. എന്തിനാണ് ആലോചിക്കുന്നത്? വെറുതെ ആലോചിക്കാനല്ല, വെറുതെ കേൾക്കാനല്ല, ചിന്തിക്കാൻ മാത്രമല്ല. അദ്ദേഹം പറയാണ് ഫയുഹ്ദിസു ലഹും ദാലിക ഇബാദതൻ വതഖർറുബ. അങ്ങനെ ആലോചിക്കുന്ന സമയത്ത് പുതിയ ഇബാദത്തുകളും പുതിയ നന്മകളും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. ലാ യറൗന ശൈഅൻ മിനദ് ദുനിയ ഇല്ലാ വതദക്കറു ബിഹി മാ വഅദല്ലാഹു മിനൽ ജന്നത്തിൽ ആഖിറ. ദുനിയാവിൽ എന്ത് അനുഗ്രഹം അവർക്ക് കടന്നു വരുമ്പോഴും അള്ളാഹു സ്വർഗത്തിൽ തയ്യാറാക്കി വെച്ച നിഅമത്തുകളെ കുറിച്ചാണ് അവർ ആലോചിച്ചിരുന്നത്. ദുനിയാവിൽ എന്ത് പ്രയാസങ്ങൾ കടന്നു വരുമ്പോഴും നരകത്തിലും തീയെക്കുറിച്ചും അതേപോലെ തന്നെ മഹ്ശറയിലെ ഭയാനകതയെക്കുറിച്ചുമാണ് അവർ ആലോചിച്ചിരുന്നത് എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ഇവിടെ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ അതിനെ സൂക്ഷിക്കുന്ന ഗൗരവത്തോടുകൂടി ആലോചിക്കുന്ന ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നോക്കൂ, നിങ്ങൾ ഖതീബ് പ്രത്യേകം സൂചിപ്പിക്കുകയുണ്ടായി. എന്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചൂട്, ആ കഠിനമായ ചൂടുണ്ടാകുന്ന സമയത്ത് എവിടെയെങ്കിലും ഒരു തണൽ കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നാളെ മഹ്ശറിൽ ഇതേപോലെ തണൽ ലഭിക്കുന്ന ആളുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അവരെ കുറിച്ച് നാം ആലോചിക്കണം. സബഅത്തുൻ, 7 വിഭാഗം ആളുകൾ. യുദില്ലുഹുമുല്ലാഹു യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. അല്ലാഹുവിൻ്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത ആ മഹ്ശറ വൻസഭയിൽ അല്ലാഹു ചില ആളുകൾക്ക് അവൻ്റെ പ്രത്യേകമായ തണൽ നൽകും എന്ന ഹദീസിൽ നാം വായിച്ചിട്ടുണ്ട്. ദുനിയാവിൽ നമ്മൾ തണലന്വേഷിച്ച് നടക്കുമ്പോൾ അല്ലെങ്കിൽ അതിനു വേണ്ടി ആഗ്രഹിക്കുമ്പോൾ പരലോകത്തെ ആ തണലിനെ കുറിച്ച് നാം ചിന്തിക്കണമെന്നുള്ളതാണ്. അതേപോലെ തന്നെ നല്ല കഠിനമായ ദാഹമുണ്ടാകുന്ന സമയത്ത് നല്ല തടുത്ത വെള്ളം നമുക്ക് കുടിക്കാൻ കിട്ടിയാൽ ആ സമയത്ത് നമ്മൾ ആലോചിക്കണം, നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ എന്ന പാനീയം കുടിക്കുന്ന ഒരു രംഗമുണ്ട്. മഹ്ശറയിലെ ഈ ചൂട്, ആ ചൂട് കഴിഞ്ഞ് ഒരു വിഭാഗം ആളുകൾക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ ഹൗദുൽ കൗസറിൻ എന്ന ആ പാനീയം ലഭിക്കപ്പെടുന്നു. എന്നാലോ ഒരു വിഭാഗം ആളുകൾ അതിൽ നിന്ന് തടയപ്പെടുന്നുണ്ട്. അവരെക്കുറിച്ചും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മാത്രമല്ല, നോക്കൂ നിങ്ങൾ, ഇതേ സമയത്ത് നരകത്തിൽ ഒരു വിഭാഗം ആളുകൾ യുഹാസൂൻ, അവർ നരകത്തിൽ വെള്ളത്തിനു വേണ്ടി ആവശ്യപ്പെടുന്ന സമയത്ത് അവർക്ക് നൽകപ്പെടുന്നത് എന്താണ്? കൽമുഹ്ലി യശ്വിൽ ഉജൂഹ്, അവരുടെ മുഖത്തെ കരിച്ചു കളയുന്ന രൂപത്തിലുള്ള പാനീയങ്ങളാണ് അവർക്ക് നൽകപ്പെടുന്നത്. ബിഅ്സ ശറാബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുകയാണ് അതെത്ര മോശമായ പാനീയമാണ് എന്ന് അല്ലാഹു തന്നെ അവിടെ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇത് നരകാവകാശികളായ ആളുകളുടെ അവസ്ഥയാണ് ഈ ഹദീസിൽ, ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇനിയോ വേറെ ഒരു വിഭാഗം ആളുകൾ, അവർ നമ്മൾ നല്ല ചൂടുണ്ടാവുന്ന സമയത്ത് AC ഒക്കെ ഇട്ട് നമ്മുടെ വസ്ത്രങ്ങളൊക്കെ അഴിച്ചു മാറ്റി ആ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട പരിശുദ്ധ ഖുർആനിലെ ആയത്തുണ്ട്. നരകത്തിലെ ചില ആളുകൾക്ക് അവർക്ക് നൽകപ്പെടുന്ന വസ്ത്രമുണ്ട്. ഖുത്തിഅത് ലഹും സിയാബ്, അവർക്ക് ചില വസ്ത്രങ്ങൾ മുറിച്ചു കൊടുക്കും. എങ്ങനെയാണ്? തീ കൊണ്ടുള്ള വസ്ത്രമാണ് നരകത്തിലെ നരകാവകാശികളായ ആളുകൾക്ക് നൽകപ്പെടുന്നത് എന്നുള്ള ആ പരിശുദ്ധ ഖുർആനിലെ ആയത്ത്. യുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം, ആ നരകത്തിലെ, നേരത്തെ ഞാൻ പറഞ്ഞ കഠിനമായ നരകത്തിലെ ചൂട് 70 ഇരട്ടിയും അതിൽ 99 ഇരട്ടി പിന്നെയും കൂട്ടിയ ആ നരകത്തിലെ ചൂടിനിടയിൽ അവരുടെ തലക്ക് മുകളിൽ ഒരു പാനീയം ഒഴിക്കുന്നതാണ്, ചൂട് കൊണ്ടുള്ള പാനീയം. ആ പാനീയത്തിൻ്റെ പ്രത്യേകത എന്താ? യുസ്ഹറു ബിഹി മാ ഫീ ബുതൂനിഹിം വൽ ജുലൂദ്, അവരുടെ രോമങ്ങളും അവരുടെ ശരീരത്തിൻ്റെ പിന്നെ ചർമ്മവും അതേപോലെ തന്നെ അവരുടെ വയറ്റിലുള്ളതെല്ലാം അതിലൂടെ ഒഴിഞ്ഞു പോകുന്ന രൂപത്തിൽ അല്ലെങ്കിൽ ഇല്ലാതെയായി പോകുന്ന രൂപത്തിലുള്ള പാനീയങ്ങളാണ് അവർക്ക് നൽകപ്പെടുന്നത്. ഇതാണ് നരകത്തിലെ യാഥാർത്ഥ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഗൗരവത്തോടുകൂടി ഈ കാര്യത്തെ കാണുകയും നാളെ പരലോകത്തിനു വേണ്ടി തയ്യാറാകുന്ന ആളുകളിൽ നമ്മൾ പെടാനും ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുള്ളത് മുഹറം മാസത്തിലാണ്. മുഹറം മാസം എന്ന് പറയുന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും മുഹറം മാസത്തിലുണ്ട്. അതിൽ പ്രത്യേകമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇൻഷാ അല്ലാഹ്, മുഹറം മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്താക്കിയ ഒരു നോമ്പുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ
കാരണമാകുന്ന ഒരു നോമ്പ് മുഹറം 10 ആഷുറയുടെ നോമ്പ്. അത് ഈ വരുന്ന വ്യാഴാഴ്ചയായിരിക്കും ഇവിടെ നമുക്ക് ആ നോമ്പുള്ളത്. നമ്മളെല്ലാവരും ആ സുന്നത്തായ നോമ്പ്, നമുക്കറിയാം ഇപ്പോൾ നോമ്പ് നോൽക്കാൻ കുറച്ച് പ്രയാസമായിരിക്കാം, പക്ഷേ ആ ഒരു വലിയ മഹത്വമുള്ള, ആ വലിയ കൂലി ലഭിക്കുന്ന ആ ഒരു നോമ്പ് നമ്മൾ നഷ്ടപ്പെടുത്താതെ നമ്മളെല്ലാവരും ആ നോമ്പ് നോൽക്കാൻ ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നമുക്ക് കാണാം, പ്രവാചകൻ പറഞ്ഞു, ലഇൻ ബഖീതു അസ്സനത്തൽ ഖാബില, ഞാൻ അടുത്ത ഒരു വർഷമുണ്ടെങ്കിൽ മുഹറം 9-നും 10-നും ഞാൻ നോമ്പ് നോൽക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരുന്നു. അഥവാ ഹിജറ കഴിഞ്ഞ് പ്രവാചകൻ മദീനയിലേക്ക് വന്ന സമയത്ത് മദീനയിൽ ജൂതന്മാർ ആ ദിവസം നോമ്പെടുത്തിരുന്നു. അവരോട് കാരണം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് മൂസ അലൈഹിസ്സലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തിയ ദിവസമാണ്, അതുകൊണ്ടാണ് നമ്മൾ നോമ്പ് നോൽക്കുന്നത് എന്നാണ്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാര്യത്തിൽ നിങ്ങളെക്കാളും കൂടുതൽ ബാധ്യതയുള്ളത്, നിങ്ങളെക്കാളും കൂടുതൽ അടുപ്പമുള്ളത് എനിക്കാണ് എന്ന് പ്രവാചകൻ പറയുകയുണ്ടായി. അപ്പം അതുകൊണ്ട് തന്നെ മുഹറം 9, 10 അതല്ലെങ്കിൽ മുഹറം 10 മാത്രമുള്ള ഒരാൾ നോമ്പെടുത്താൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ മുമ്പോ ശേഷം ഒരു ദിവസം കൂടി എടുക്കുന്നത് പ്രത്യേകമായ ഒരു സുന്നത്താണ്. ഒന്നെങ്കിൽ മുഹറം 9, 10 അല്ലെങ്കിൽ 10, 11 അങ്ങനെ ഈ 3 ദിവസങ്ങളിൽ 3 ദിവസവും നോമ്പെടുത്താലും പ്രശ്നമല്ല. ഏതായാലും മുഹറം 10-ന്റെ ആ സുന്നത്തായ നോമ്പ് നാം ആരും നഷ്ടപ്പെടുത്താൻ പാടില്ല. പ്രത്യേകമായി ആ നോമ്പിൻ്റെ കാര്യത്തിൽ നാം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ജീവിതത്തിൽ നന്മകൾ പകർത്തുന്ന ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.